നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ എൻ വാസുവിന് പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മറ്റൊരു പ്രസിഡന്റ് എ പത്മകുമാർ കൂടി അറസ്റ്റിൽ. സ്വർണ്ണമോഷണം നടന്ന 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിൻ്റെ അറസ്റ്റ് വാസുവിൻ്റെ അറസ്റ്റിനേക്കാൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. എ പത്മകുമാർ മുൻ MLA-യും ദീർഘകാലമായി CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. മുതിർന്ന CPM നേതാവാണ് പത്മകുമാർ. അങ്ങനെ ഒരാൾ ഇത്തരമൊരു മോഷണക്കേസിൽ അറസ്റ്റിലാവുമ്പോൾ സ്വാഭാവികമായും ഭരണ പാർട്ടി നേതാക്കളുടെ വിശ്വാസ്യതയിൽ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണക്കേസിൽ ഇതുവരെ CPM ഉയർത്തിപ്പിടിച്ച വാദഗതികളൊക്കെ റദ്ദാക്കുന്നത് കൂടിയല്ലേ ഈ അറസ്റ്റ്? പാർട്ടിയിലെ ഏതുന്നതനായാലും അവരെ സംരക്ഷിക്കില്ല, തെറ്റുകാരാണെങ്കിൽ നടപടി ഉണ്ടാവും, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന പാർട്ടിയുടെ വാദത്തിന് ബലം നൽകുന്നതാണോ ഈ അറസ്റ്റ്? അതിനൊക്കെ അപ്പുറം ഇപ്പോൾ ഈ കേസ് പൊങ്ങി വരികയും വിവാദമാവുകയും കേസും അന്വേഷണവും വന്നില്ലായിരുന്നെങ്കിൽ പത്മകുമാറിനെ പോലെ ഒരാൾ നടത്തിയ കൊടും കള്ളം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് CPM എന്ന പാർട്ടി മാറിയോ എന്ന ഗൗരവമായ ചോദ്യവും ഉയരുന്നുണ്ട്. പാർട്ടി നേതാക്കളുടെ ആകെ വിശ്വാസ്യതയും പാർട്ടിയുടെ വിശ്വാസ്യതയും സംശയമുനയിൽ നിർത്തുന്നതാണ് മുതിർന്ന CPM നേതാവിലേക്ക് നീളുന്ന ഈ അറസ്റ്റ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ്, CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ എ പത്മകുമാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അറസ്റ്റിലായിരിക്കുന്നു. സ്വാഭാവികമായും ഇതുവരെ CPM ഉയർത്തിപ്പിടിച്ച വാദഗതികളെയെല്ലാം റദ്ദാക്കുന്നതല്ലേ ഈ അറസ്റ്റ്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. അദ്ദേഹം ഈ സ്വർണ്ണപ്പാളി കേസിൽ വല്ല കൃത്രിമങ്ങളും നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു കിഴിവും അതിന് കൊടുക്കാൻ പാടില്ല. കാരണം വല്ലാക്ക നിന്ന് പാത്തിയ കുട്ടികൾ മരം കയറി പാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ കാലത്ത് ഒരു ചെല്ലാണ് ഞങ്ങളെ പെടുത്തെ. അപ്പൊ അതേപോലെ മാതൃക കാണിക്കണം അയാളെ ശിക്ഷിച്ചിട്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് ശ്രീ ഇടയം മുരളിയാണ്, കൊല്ലത്ത് നിന്നും. ശ്രീ ഇടയം മുരളി, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിലേക്ക് അറസ്റ്റ് എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രധാന സ്ഥാനത്തിരുന്ന് ഈ തരത്തിലേക്കൊക്കെ വലിയ കള്ളങ്ങൾ കാണിച്ചുവെങ്കിൽ, അത് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയാതെ പോയെങ്കിൽ അത് വലിയ വീഴ്ചയല്ലേ? നമസ്കാരം. നമസ്കാരം സാറേ, എൻ വാസുവും ഞാൻ അത് പറയുന്നതിന് മുമ്പ് സാറ് ഞാൻ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്ക് കയറി സാറ് സംസാരിച്ചാൽ എനിക്ക് ശ്രീ ഇതേ മുരളി ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും ചില സമയത്തൊക്കെ. താങ്കൾ പറഞ്ഞോളൂ. ശരി. എൻ വാസുവും പത്മകുമാറും CPM-ന്റെ പവർ ഗ്രൂപ്പിലുള്ള നേതാക്കന്മാരാണ്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ CPM-ന്റെ നേതാവ് ആയിട്ടുള്ള മുഖ്യമന്ത്രി എടുക്കുന്ന ഏറ്റവും അടുത്ത കക്ഷികളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെയുള്ളവര് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് ശബരിമല സന്നിധാനത്ത് ചെല്ലും, അല്ല താഴെ തട്ടിലുള്ളവരൊന്നും ചെല്ലത്തില്ല. അപ്പൊ CPM-ന്റെ പവർ ഗ്രൂപ്പ്, അതായത് സംസ്ഥാനത്ത് CPM-ന്റെ ഏത് തീരുമാനവും എടുക്കുന്ന ഒരു പവർ ഗ്രൂപ്പിലുള്ള രണ്ട് കക്ഷികളാണ്. അതായത് മന്ത്രിക്ക് തുല്യമായ രണ്ട് വ്യക്തികളാണ് എൻ വാസുവും പത്മകുമാറും എന്നുള്ള കാര്യം സാറ് ബോധ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇല്ലേ, ഇവര് ഇപ്പം തന്നെ CPI-യുടെ ഒരു മെമ്പർ അവിടെ ചെന്നിട്ടുണ്ട്. അദ്ദേഹവും ആ പാർട്ടിയുടെ ഒരു സമുന്നതനായ നേതാവാണ്. അപ്പോ സാറ് ചോദിക്കുന്നത് ഈ സമുന്നതനായ നേതാവായിട്ടും CPM എന്താണ് ഇത് കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യത്തില്ലോ എന്നാണ് സാറിന്റെ ഉദ്ദേശം. പക്ഷേ ഇവരെ നിയമിച്ചിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന നേതൃത്വമാണ്. നേതാക്കൾക്ക് ഉത്തരവാദിത്തമില്ലേ ഇവർ ശരിയായ രീതിയിലാണോ ചെയ്യുന്നതെന്നൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്തമില്ലേ? അവര് ഉത്തരവാദിത്തം ഉണ്ടെങ്കിലും അവർ ആ ഉത്തരവാദിത്തം ഏക്കില്ലല്ലോ. അങ്ങനല്ലേ പല കേസുകളിലും CPM-മാർ ചെയ്യുന്നത്? ഉദ്യോഗസ്ഥന്മാരുടെ മണ്ടയെ കൊണ്ടുവച്ച് വാല് മുറിച്ചിട്ട് പോയി രക്ഷപ്പെടുന്ന ഒരു സമീപനമല്ലേ? പക്ഷെ ഇപ്പം അവർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമായതുകൊണ്ടാണ് വാല് മുറിച്ചിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വാല് അവരുടെ ശരീരത്തിൽ തുന്നി ചേർത്തിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവർ രണ്ടുപേരെയും CPM-ന്റെ സമുദായമായ രണ്ട് നേതാക്കന്മാരെയും പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ അവര് ബാക്കി സത്യങ്ങൾ തുറന്നു പറയും. ഇപ്പൊ ശബരിമല ഇത്രയും തിരക്ക് കയറി വരുന്നതിന്റെ കാര്യമത ജനങ്ങള് ഈ ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർ സ്വാമിയെ ശരണം വിളിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു ഈ കള്ളന്മാരെല്ലാം പിടിക്കപ്പെടണമെന്ന്.
അപ്പൊ അതുകൊണ്ട് അവരെ പിടിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുള്ള അവസരം തന്ന കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയാണ്. അത് മനസ്സിലാക്കുക. CPM-ന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ പ്രതിനിധിയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ തന്നെ പറയുന്നത് മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിലേക്ക് അറസ്റ്റ് നീങ്ങിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് നേരത്തെ ഇങ്ങനെ ഒരു കള്ളം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മുമ്പ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോ പത്മകുമാറായി, ഇനി ദേവസ്വം ബോർഡ് മന്ത്രിയാവും, അത് കഴിഞ്ഞ് അവസാനം മുഖ്യമന്ത്രിയിലേക്ക് എത്തും. ഈ ഇരിക്കുന്ന കൂട്ട ഉത്തരവാദിത്വം ഈ മന്ത്രിസഭയ്ക്കുണ്ട്. അത് കഴിഞ്ഞു കളയാൻ പറ്റത്തില്ല. കാരണം ഇത് വ്യക്തമാണല്ലോ സാറേ. എന്നാൽ നമ്മൾ പറഞ്ഞു ആരെയും ശിക്ഷിച്ചിട്ടില്ല, ആരാണ് കുറ്റം ചെയ്യുന്നത് വിളിച്ചിട്ട് വന്നിട്ടില്ല. പക്ഷെ ഹൈക്കോടതി നിയമിച്ച ഉദ്യോഗസ്ഥന്മാര് വളരെ സൂക്ഷ്മതയോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. മാക്സിമം നോക്കി ഇവരെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ ഈ കോടാനുകോടി ലക്ഷങ്ങൾ വിളിച്ചുകൊണ്ട് വരുന്ന ശരണം വിളിയും ഈ ദൈവത്തെ നമ്മൾ ആരും കണ്ടില്ല സാർ. നമ്മൾ ദൈവത്തെ ആരും കണ്ടില്ല. പക്ഷെ ഒരു വിശ്വാസമുണ്ട്. ക്രിസ്ത്യാനിക്ക്, മുസ്ലിംമാരും ഹിന്ദുവിനും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളിസാവൂ എന്ന് പറയും ആൾക്കാർ പറയാറുണ്ട്. ആ മനസ്സിൽ തട്ടിട്ട് വിളി വരുമ്പോ ആ വിളി എവിടെ ഏക്കും. ആ ശക്തി എവിടെ ഉണ്ടാവും. പക്ഷേ CPM എന്ന ഒരു പാവപ്പെട്ട പാർട്ടിക്ക് ഇത്രയും ഗതികേടായാല് അങ്ങറ്റം പ്രയാസം. രാഷ്ട്രീയം വെച്ച് പറഞ്ഞതല്ല. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മണികണ്ഠനാണ്, വിതുരയിൽ നിന്നാണ്. ശ്രീ മണികണ്ഠൻ, ഇതുവരെയും അറസ്റ്റ് ചെയ്ത മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഇടത് അനുഭാവി എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ ഒരു പ്രധാന നേതാവല്ല. പക്ഷേ A. പത്മകുമാർ അങ്ങനെയല്ല. പത്മകുമാർ CPM-ന്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളിൽ ഒരാളാണ്. അങ്ങനെ ഒരാൾ അറസ്റ്റിലാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായും പാർട്ടിക്ക് കൂടിയില്ലേ? തീർച്ചയായും പാർട്ടിക്കാണ് പരിപൂർണ ഉത്തരവാദിത്വം പാർട്ടിക്ക് തന്നെയാണ്. പ്രധാനമായിട്ടും സാർ, ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ വേറെ ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് കൊണ്ടുവരുന്നത് ഒട്ടും ശരിയല്ല. പ്രധാനമായിട്ടും അവർ ഈശ്വര വിശ്വാസികളായിരിക്കണം. ഹിന്ദു എന്നതിലുപരി ശ്രീ മണികണ്ഠൻ, അങ്ങനെ ഒന്നുമില്ല. ഈശ്വര വിശ്വാസികളാവണമെന്നോ അല്ലെങ്കിൽ പാർട്ടിക്കാരാവണമെന്നോ. അവിടുത്തെ ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വികസനം നടത്തിയ ആൾ അവിടുത്തെ ചന്ദ്രാനന്ദൻ റോഡ് അറിയാമല്ലോ. ആ PK ചന്ദ്രാനന്ദൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് അറിയാമല്ലോ. കമ്മ്യൂണിസ്റ്റുകാരനായ ആലപ്പുഴയിലെ ഏറ്റവും വലിയ ഒരു നേതാവായ PK ചന്ദ്രാനന്ദനാണ് അവിടെ യഥാർത്ഥത്തിൽ ശബരിമലയിൽ അങ്ങനെ ഒരു പ്രതീക റോഡ് കൊണ്ടുവന്നതും ശബരിമലയിലെ വികസനം സാധ്യമാക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. അങ്ങനെ വിശ്വാസിയായാൽ അങ്ങനെ അധികം കിട്ടുമെന്നല്ലോ. ഈ കള്ളം കാണിച്ചതിൽ മഹാഭൂരിപക്ഷം പേരും വലിയ വിശ്വാസികളാണ്. അവരാണ് വലിയ കള്ളന്മാർ. അമിതമായ വിശ്വാസം കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ കള്ളന്മാര്. ശരി, ശ്രീ മണികണ്ഠനാണ് വിതുരയിൽ നിന്നും. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, CPM-ന്റെ ഉന്നതനായ നേതാവിലേക്കടക്കം ഇപ്പോൾ അറസ്റ്റ് എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഒരു നേതാവ് ഇത്തരത്തിലൊരു കള്ളം കാണിച്ചെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി സംവിധാനമാണുള്ളത്? സാറേ, ഇതില് പാർട്ടിക്ക് ഗവൺമെന്റിനെ ഇവരാരും സമ്മതിക്കില്ല, സപ്പോർട്ട് ചെയ്യില്ല. ഇവര് ഇപ്പോഴും വെള്ളം കുടിക്കുക, അത് സംശയമില്ല. അല്ല, പാർട്ടി മുഖ്യമന്ത്രി കുറ്റം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയൊന്നും അല്ലല്ലോ. ഇതിപ്പോൾ കേസായി കോടതിയിൽ പോയി കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടന്നപ്പോൾ കണ്ടെത്തിയതല്ലേ. അല്ല, പാർട്ടി ഇത്രയും കാലം കള്ളം ചെയ്തെങ്കിൽ പാർട്ടി നേരത്തെ കണ്ടെത്തണ്ടേ? അല്ല, കള്ളന്മാര് അത് അന്വേഷിക്കട്ടെ. കള്ളന്മാരെ എന്ന് ഓട്ടിക്കണവരെ ഒരിക്കലും പാർട്ടിയും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തത് പാർട്ടിയാണോ കണ്ടെത്തിയത്? അവിടെ പത്മകുമാർ കള്ളം കാണിച്ചതല്ലോ. അല്ല, അന്വേഷണം കോൺഗ്രസ് ഭരിച്ചില്ലേ? ഇതിപ്പോൾ അന്വേഷണത്തിന് പാർട്ടിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു. സ്വാഭാവികമായും അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തിൽ പച്ചയ്ക്ക് തെളിവുകൾ വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംരക്ഷിക്കാൻ കഴിയുമോ? അവിടെ സ്വർണ്ണത്തെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നതിനൊക്കെ പത്മകുമാർ ഇടപെട്ടു എന്നാണ് റിപ്പോർട്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അല്ല, തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നില്ല, അതിലും വൈകിട്ട് അന്വേഷണം. അപ്പൊ എത്ര കോൺഗ്രസ് അകത്താവും അറിയാലോ. കോൺഗ്രസ്സുകാരകത്താവുന്ന CPM-മാരകത്താവുന്നതല്ലേ വിഷയം. ഇപ്പോൾ CPM-ന്റെ നേതാവത്തായതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ താങ്കൾ കോൺഗ്രസ്സുകാർ ഇനി അകത്താവും എന്ന് പറയുന്നതാണോ കാര്യം? ഇപ്പോൾ അകത്തായതൊന്നും കോൺഗ്രസ് നേതാക്കളല്ലല്ലോ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രവീന്ദ്രനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട പത്തനംതിട്ടയിലെ നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതെ, കിരണ നമസ്കാരം. നമസ്കാരം. അതെ, നേതാക്കന്മാർ ഇപ്പൊ രണ്ടുപേരും, വാസുവും നല്ല നേതാവായിരുന്നു, മനസ്സിലായത്. വാസു അങ്ങനെ പാർട്ടി നേതാവൊന്നുമല്ല, പാർട്ടി അനുഭാവിയും പാർട്ടിക്കൊപ്പം നടക്കുന്ന ആളുമാണ്. പക്ഷെ പത്മകുമാർ അങ്ങനെയല്ല, പാർട്ടിയുടെ നേതാവാണ്.
പാർട്ടി മെമ്പറായിട്ടൊക്കെ പുള്ളി ഇരുന്നിട്ടുള്ള. അതായിരിക്കും, അതൊന്നും സാധാരണ മെമ്പർ എന്നൊക്കെ പറയുന്നവർ. എന്തായാലും എൻ വാസു അങ്ങനെ CPM-ന്റെ ഒരു നേതാവല്ല, CPM-ന് ഒപ്പം നിൽക്കുന്ന ആളാണ്, അതിനപ്പുറത്തേക്ക് ഒരു നേതാവ് ഒന്നുമല്ല. ഇദ്ദേഹമാണ് MLA ആയിട്ടിരുന്ന ആളും. ഇദ്ദേഹം MLA ആയിരുന്നു, പാർട്ടി ദീർഘകാലമായി ജില്ലാ കമ്മിറ്റി അംഗമാണ്, പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അപ്പം ഇതിപ്പോ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്, ഈ നല്ല രീതിയിൽ ഈ അന്വേഷണം ഇങ്ങനെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ അത് വന്ന് വകുപ്പ് മന്ത്രി വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കൊന്നും ഇതിനകത്ത് കയ്യോ കാര്യങ്ങളോ അറിയൊന്നുമില്ല. ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ടല്ല. മുഖ്യമന്ത്രിക്കൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുഖ്യമന്ത്രി അങ്ങനെയുള്ള കാര്യത്തിനൊന്നും കൂട്ടി നിൽക്കുമെന്നും ഞാൻ പറയുകയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭരണത്തോടൊക്കെ എനിക്ക് എതിർപ്പോട്ടെ പോലും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞിട്ട് നമ്മുടെ കാര്യമില്ല. പിന്നെ ചന്ദ്രാനത്തിനൊക്കെ അന്ന് ആ റോഡ് മനഃപൂർവ്വം പറ്റി അന്ന് ഉണ്ടാക്കിയതാണ്. എന്നറിയോ, ഈ പേരിട്ടു വന്ന് മനഃപൂർവ്വം ഈ സ്വർണ്ണമൊക്കെ കടത്തിക്കൊണ്ട് പോകാൻ റോഡൊക്കെ വേണമല്ലോ, അല്ലെ വലിയ പാടാ. ആനയും കടുവൊക്കെ ഇറങ്ങി വരുന്ന കാലത്ത് പറ്റിയതാ. അപ്പൊ അന്ന് ചന്ദ്രാനന്ദൻ റോഡ് ഉണ്ടാക്കിയത് ഈ സംഭവം നടക്കുന്നതിന്, അവിടെ സ്വർണ്ണമൊക്കെ പൂശുന്നതിനും ചെമ്പ് പൂശുന്നതിനും ഒക്കെ ഒരുപാട് കാലം മുമ്പാണ്. അതെ, അതിത് പ്രശസ്തിയാവുന്നു. ഇതുപോലെ പലരും കൊണ്ടൊന്ന് ചെമ്പ് പൂശുന്നു സ്വർണം പൂശുന്നു ഒക്കെ അറിയായിരുന്നു അന്ന്. കരുതി കൂട്ടി വെച്ച മുൻപേ അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് ആ കാലത്തുണ്ടായിരുന്ന സംവിധാനം ഇതൊക്കെ എത്രയോ കാലം മുമ്പാണെന്ന് ആലോചിക്കണം. അന്ന് അത് കരിങ്കല്ലായി തന്നെ ദ്വാരപാലകരൊക്കെ നിൽക്കുന്ന സമയമാണ്. അതെ, അതിന് ശേഷം ഇത് ഉണ്ടാവുന്നുള്ള ഒരു കാലം പുരോഗമിക്കുന്നതനുസരിച്ച് മാറും. നമ്മൾ പുരോഗമിക്കുമ്പോഴാണല്ലേ സ്വർണം കെട്ടണം എന്ന് തോന്നുന്നത്. അപ്പൊ ഈ പൈസക്കാളും ധാരാളം വരും എന്നൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ കൊണ്ടുവരണമെങ്കിൽ എളുപ്പം വേണ്ട. എല്ലാവരും നടന്നു അതുപോലെ ഫാദർ സാമുവലാണ് തന്നെയല്ല സാമിയപ്പൻ റോഡുണ്ട് അവിടെ. ശരി, ശ്രീ ഫാദർ സാമുവൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു പാർട്ടി CPM ഇപ്പോൾ രണ്ട് തരത്തിലാണ്. CPM പറയുന്നത് ഞങ്ങൾ ആരെയും സംരക്ഷിക്കില്ല, ഞങ്ങളുടെ ഏത് ആളായാലും ഏത് ഉന്നതനായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, അതിൽ അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് വാദിക്കുന്നു. മറുഭാഗത്ത് ഉയരുന്ന ചോദ്യം, CPM-ന്റെ മുതിർന്ന നേതാവ് തന്നെ ഇങ്ങനെ അറസ്റ്റിലാവുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ CPM-ന് ആ കാലത്ത് ഇത് ചെയ്ത കാലത്തൊന്നും വന്ന് നോക്കാനും കാണാനുമുള്ള ശ്രദ്ധയൊന്നും ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. നിങ്ങള് സഹ ആങ്കറോട് പോയി? മനു ഒരു ലീവിലാണ് ഒരാഴ്ച. എന്റെ അന്വേഷണം പറയണേ. പറയാം, ഉറപ്പായി പറയാം. പിന്നെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എത്ര ഉന്നതങ്ങളിലേക്ക് പോയാലും അത് നല്ലതാണ്. കാരണം ആരാണ് തെറ്റ് ചെയ്ത് അവരെ കണ്ടുപിടിക്കണം, അവരെ ശിക്ഷിക്കണം, അത് ശരി തന്നെയാ. പക്ഷേ ഇത് വലിയ കോടതികളിലേക്ക് പോകൂലേ, സുപ്രീം കോടതി വരെ പോകും. അപ്പൊ സുഖമായിട്ട് അവിടുന്ന് ഊരി വരാനും സാധ്യതയുണ്ട്. കാരണം ഒരു വേറൊരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ഇത് രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ലേ, വാദം പോലും കേൾക്കേണ്ടായില്ല. ഏതാ മാറ്റർ നമുക്കറിയാം. ഇതും അങ്ങനെ തന്നെ തള്ളിപ്പോകാൻ സാധ്യത ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും കോടതി ഇടപെട്ടതായതുകൊണ്ട് ചെറിയൊരു പ്രതീക്ഷയും പ്രത്യാശയുണ്ട്. അത് എത്രത്തോളം നിലനിൽക്കുന്ന ഒരു വലിയ സംശയം എനിക്കുണ്ട്. കാരണം അതിന് സംവിധാനങ്ങളൊക്കെ അവർക്കുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവര് ഏതറ്റം വരെയും പോകും. ശരി, എന്തായാലും അങ്ങനെയൊക്കെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പലപ്പോഴും അങ്ങനെയൊക്കെ സംഭവിക്കാറുമുണ്ട് സമൂഹത്തിൽ എന്നുള്ള യാഥാർത്ഥ്യമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, CPM-ന്റെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഒരു തലമുതിർന്ന നേതാവ്, മുൻ MLA അങ്ങനെ ഇരിക്കുന്ന A. പത്മകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. സ്വാഭാവികമായും ആ പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നതല്ലേ ഈ അറസ്റ്റ്? തീർച്ചയായിട്ടും ഇത് ആ കോടതി പുറകെ തന്നെ ഉള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ആ മുയായി ബാബുവിനെ കൊണ്ട പരിപാടി തീർന്നേനെ. കോടതി ഉള്ളതുകൊണ്ട് പുറകെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ആകത്തായി. ഇത് ഭയങ്കര അടിയായി പോയത് CPM-ആയിരുന്നു. അത് ഏറ്റവും MLA ഒക്കെ ആയിട്ടിരുന്ന ആളെ അത് പോയത്. മുകളിലേക്ക് പോകാനുണ്ട്. ഇത് മിക്കവാറും ഇവിടെ കൊണ്ട് നിൽക്കുക. കൂടുതൽ മുകളിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നുള്ളത് അത് പോയത് തന്നെ. പിന്നെ എല്ലാവരും കള്ളന്മാരാണ്. ഇത് പണ്ടുപോയ അന്വേഷിച്ച് ഒത്തിരി പേര് അകത്ത് പോകും. 25 വർഷം മുമ്പ് അന്വേഷിച്ചു കഴിഞ്ഞാൽ മറ്റവരും പോകത്ത് കുറെ പേരൊക്കെ. അത് മറ്റേ ഇയാളുടെ അനിയനൊക്കെ എടുത്തുണ്ടല്ലോ, അല്ല പേരെ മറന്നുപോയല്ലോ. എല്ലാവരും ഉണ്ട്. എടുത്ത് കക്കാനായും മോശക്കാരനല്ല. ഭക്തിയുള്ളവരും ഭക്തിയില്ലാത്തവരൊക്കെ കേൾക്കും. പൈസ കിട്ടി ആർക്കെങ്കിലും കഴിക്കുമോ? അടിച്ചു പൈസ ചില്ലറ പൈസ വായിക്കൊണ്ട് പോകുന്നവര് എന്നെ അമ്പലത്തിലുണ്ട്. പണ്ട് പൈസ എണ്ണിക്കൊണ്ടിരുന്നവര് എല്ലാവരും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ചന്ദ്രൻ നായർ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അറസ്റ്റ് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ്. നേരത്തെ N. വാസുവിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും N. വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, A. പത്മകുമാറും പ്രസിഡന്റാണ്. പക്ഷേ N. വാസുവിനെ പോലെയല്ല, A. പത്മകുമാർ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അങ്ങനെ ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അതിൽ നിന്ന് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുമോ? കിരൺ സാർ, ശബരിമലയിൽ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്.
അതിനകത്ത് ആരൊക്കെ പെട്ടാലും പ്രശ്നമല്ല, ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്ന ആ പൈസയും സ്വർണവും ഒക്കെ ഭാവിയിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ തന്നെ ഇന്നിപ്പോ കർണാടക ഗവൺമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു കത്തയച്ചേക്കാണ്. അവിടെ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് സുരക്ഷയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ചെയ്യണമെന്ന്. അപ്പൊ ഇന്ത്യ ഒട്ടിക്കുള്ള സ്റ്റേറ്റുകളിൽ നിന്നും എന്താ വെച്ചാൽ ശബരിമലയിലേക്കും കേരള ഗവൺമെന്റിലേക്ക് കത്ത് വരാൻ സാധ്യതയുണ്ട്. ശബരിമലയിലെ ഈ പോക്ക് മുന്നോട്ട് പോയാൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് സാർ. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് പ്രതികരിച്ചത്. ശ്രീമതി മിനിയാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീമതി മിനി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മനു സാറിനെ ഞങ്ങൾ അന്വേഷണം അറിയിക്കണേ. അന്വേഷണം അറിയിക്കാം. മനു മിക്കവാറും കാണുന്നുണ്ടായിരിക്കും പരിപാടി. സാറേ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോഴേ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ മീൻ മാത്രമായിരുന്നു. ഇനി ഒരുപാട് പേര് വരാനുണ്ടാകുമല്ലോ. ശരിക്കും പറഞ്ഞ സാറേ, ഈ ദേവസ്വത്തിന്റെ അണ്ടറിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഒരു ഓഡിറ്റിംഗ് കൃത്യമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ മുതലൊക്കെ ഉണ്ടോന്ന് ആർക്കറിയാൻ പറ്റും. എല്ലാരും ഇപ്പൊ ഒരു പാർട്ടിയൊന്നും നമ്മൾ അധിക്ഷേപിക്കത്തില്ല, അതിനകത്ത് നല്ല ആളുകളും ഉണ്ട്. ഈ വന്ന് നിൽക്കുന്നവരല്ലേ അതിന്റെ തരം പോലെ ഇത്രയും മോശമായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഈ 2 ദിവസം മുമ്പ് നമ്മൾ തന്നെ സംപ്രേഷണം ചെയ്തു. എന്തോരം ജനങ്ങൾ, എന്തോ കാഷ്വാലിറ്റി ഉണ്ടാകാതൊക്കെ ഇരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം. അവർക്ക് വേണ്ടുന്ന എന്തോ ഫെസിലിറ്റി ഉണ്ട്. കുടിവെള്ളമില്ല, ബാത്റൂം ഫെസിലിറ്റി ഇല്ല. ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു ശബരിമല പോലെയുള്ള സ്ഥലങ്ങളിൽ അതൊക്കെ ചെയ്യണ്ടേ സാറേ? ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഈ ദേവസ്വം മന്ത്രിയും അങ്ങനെയൊക്കെ എല്ലാരും ഇതില് ഒരു പരിധി വരെ എന്താ പറയുക, ഒരു പരിധി വരെ ഇവർക്കെല്ലാം ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. മീൻസ് ഞാനിപ്പോ ഈ മോഷണം അതല്ല ഞാൻ പറയുന്നത്, ഈ ആളുകൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എല്ലാരും ഒരേ രീതിയിൽ നിൽക്കണം. ശരി, താങ്കളുടെ മിനി. നമുക്ക് ഉണ്ണികൃഷ്ണനാണ് പൊത്തം കൂടുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് തോന്നുന്നു ഈ ഇങ്ങനെ ഒരു പ്രധാന നേതാവ് ഇത്തരത്തിലൊക്കെ അദ്ദേഹമാണ് ഈ സ്വർണത്തെ ചെമ്പാണ് എന്ന് എഴുതി കൊടുക്കാനൊക്കെ നിർദ്ദേശിച്ചതെന്നും മുരാരി ബാബുവിന്റെ അടക്കമുള്ള മൊഴികളാണ് അദ്ദേഹത്തെ കുടുക്കിയതെന്നൊക്കെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നേതാവ് ഇത്തരം കള്ളം കാണിച്ചിട്ട് അന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? അല്ല, എനിക്കൊരു സംശയം ചോദിച്ചോട്ടെ സാറേ? പറഞ്ഞു. സാറ് ചോദിച്ച പ്രധാന നേതാവെന്ന് പറഞ്ഞത് ഈ സ്വർണം മോട്ടിക്കുന്നതിലാണ്. അങ്ങനെയല്ലേ? എ പത്മകുമാർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. പക്ഷെ ഇപ്പൊ സ്വന്തം മോട്ടിക്കുന്നതിൽ പിന്നെ പ്രധാനപ്പെട്ട നേതാവായി മാറിയല്ലേ പുള്ളിക്കാരെ? നിങ്ങൾക്കറിയാമോ, 10,000-കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ തലക്കൊഴിഞ്ഞുകൊണ്ടിടുന്ന സാധനങ്ങളാണെന്നുള്ള ഓർമ്മയാണ് അവിടെ കിടക്കുന്നത്. എവനൊക്കെ വെട്ടിച്ച് തിന്നാനല്ല. എനിക്ക് സാറിനോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ കത്തോണ്ട് പോയ മുതലൊക്കെ കോടതി എന്തെങ്കിലും ഇത് തിരിച്ചു പിടിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാവുമോ? സംശയമാണ്. നിങ്ങൾക്ക് അറിയുമെന്ന് പറഞ്ഞാൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ കട്ടുകൊണ്ടുപോയ മുതൽ പലപ്പോഴും തിരിച്ചു പിടിക്കാനുള്ള സംവിധാനങ്ങൾ പ്രായോഗികമായി ഉണ്ടാവാറില്ല എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. അപ്പൊ സാർ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ഇത് ഇപ്പൊ പിന്നെ ഇവര് സ്വന്തം വീട്ടിൽ കിടക്കുന്നതിനേക്കാളും സുഖമായിട്ടായിരിക്കും ഇവര് ജയിലിൽ കിടക്കുന്നത്. നല്ല ഭക്ഷണവും കിട്ടും, എല്ലാ സൗകര്യങ്ങളും അവർക്ക് കിട്ടും. പിന്നെ ഇവരെ ഈ കൊണ്ടുപോയിട്ട് ആരെ കാണിക്കാനാ? നമുക്ക് എന്താ അതിന്റെ നേട്ടം? ഈ മാനസികമായി തകർന്നിരിക്കുന്ന എന്നെ പോലുള്ളവർക്ക് ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലുള്ള ഗുണം എന്താണെന്ന് സാറൊന്ന് പറഞ്ഞെന്താണ്? അങ്ങനെയല്ലല്ലോ. ഇവരൊക്കെ സമൂഹത്തിന് മുന്നിലെങ്കിലും അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിച്ഛായ നഷ്ടപ്പെട്ടു പോവുകയും അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത ജയിലിലായി പോകുക എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമല്ലല്ലോ. അപ്പോൾ ജയിലിൽ അതിനേക്കാൾ സുഖമാണെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ജയിലിലാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ ആളുകൾ അവരുടെ കയ്യിലിരിക്കുന്ന കോടികളൊക്കെ ചെലവഴിച്ച് വൻ പരിപാടികളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ജയിലിലാകുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. താങ്കൾ ചോദിച്ച പോലെ പ്രായോഗികമായി തിരിച്ചു പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ എത്ര കേസുകൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത്തരം ചില ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. സാറ് പറയുന്നത് എന്നെ പോലുള്ള പാവപ്പെട്ട വിഡ്ഢികളായിട്ടുള്ള ഭക്തന്മാരെ പറ്റിക്കാൻ വേണ്ടി ഒരു അറസ്റ്റ്, അതിനപ്പുറം ഒന്നുമില്ല. സാറൊരു കാര്യം മനസ്സിലാക്കിയോ? ഈ മഹാഭാവികളെല്ലാം സമൂഹത്തില് ഇനിയാണ് അനുഭവിക്കാൻ പോണേ. എവന്റെയൊക്കെ ജീവിതകാലം മുഴുവൻ എവനും എന്റെ കുടുംബങ്ങളും അനുഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊന്ന് കിരൺ സാറേ, നമ്മളാരും ഒരുമിച്ച് മരിക്കില്ല. നിങ്ങൾ കണ്ടോ? ശരി ഉണ്ണികൃഷ്ണൻ, കുടുംബത്തെ നമ്മൾ അങ്ങനെ പറയരുത് ഒരിക്കലും. ഒരാൾ ചെയ്ത തെറ്റിനായ കുടുംബം ഇങ്ങനെ പറയാൻ പറ്റും. നമുക്ക് വേദനയുണ്ട്. ഉണ്ണികൃഷ്ണൻ, താങ്കൾ ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഈ ചുമതലയിൽ വഹിക്കുമ്പോൾ അങ്ങനെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വന്നുവെങ്കിൽ അത് ആ പാർട്ടിക്ക് കൂടി ഉത്തരവാദിത്തമില്ലേ? കിരൺ, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു അറസ്റ്റാണ് ഇപ്പം. ഇതുവരെ നടന്നതുപോലെയല്ല. കാരണം ഇതുവരെ നടന്ന അറസ്റ്റുകളൊക്കെ അവരൊക്കെ ഉദ്യോഗസ്ഥരായിരുന്നു. ഇപ്പം
എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അയാള് ഈ കമ്മീഷണറായിട്ടിരുന്ന കാലത്ത് ചെയ്ത കുറ്റത്തിനാണ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ഇയാളുടെ. അപ്പം പത്മകുമാറിന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായും പാർട്ടിയും LDF അത് പ്രതിരോധത്തിലായി ആകും. അത് മറ്റൊരു വിഷയം. പക്ഷേ പത്മകുമാർ എന്ന് പറഞ്ഞ ഈ വ്യക്തി ശബരിമലയുമായിട്ട് അയാളുടെ ബന്ധം എന്താണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്നതാണ്, അല്ലേ? ഹരിവരാസനം എന്ന് പറയുന്ന അയ്യപ്പനെ പാടി ഉറക്കുന്ന ആ കവിത എഴുതിയിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നാണെന്നാണ് കേൾക്കുന്നത്. അതുപോലെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകളും ഒക്കെ ഇവർ ചെയ്തിരുന്നു, ഇപ്പോഴും ചെയ്യുന്നു എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ധനമൊക്കെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഇയാള് ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കുക, അവിടെ കാണിക്കയായിട്ട് വരുന്ന എന്തെങ്കിലും അടിച്ചു മാറ്റുകയല്ല, അയ്യപ്പന്റെ ഒരു ഭഗവാന്റെ ശ്രീകോവിൽ ഇളക്കി മാറ്റുക, അതിന് കൂട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവൻ എത്ര ദ്രോഹിയാണിവൻ. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന ആ ദേവാലയത്തിന്റെ ശ്രീകോവിൽ ഇളക്കി മാറ്റുന്നതിന്റെ പ്രധാന കണ്ണിയായി ഇവനെ എനിക്ക് പത്തനംതിട്ടയിലുള്ള നല്ലവരായ നാട്ടുകാരോട് ജാതി മത ഭേദമന്യേ പറയാനുള്ളത്, ഇവനെ ആ നാട്ടിൽ ഭ്രഷ്ട് കൽപ്പിക്കണം. ഒരു വീടുകളിലും ഒരു പൊതുസ്ഥലങ്ങളിലും എങ്ങും അടുപ്പിക്കാൻ സമ്മതിക്കരുത്. അത്രയ്ക്ക് നികൃഷ്ട ജീവിയാണിവൻ, മനസ്സിലായില്ലയോ? അത്രയ്ക്ക് നികൃഷ്ട ജീവിയാണിവൻ. ഇവൻ അനുഭവിക്കണം. അതുപോലെ ഈ മോഷണം നടത്തിയവരെല്ലാം കോടതി വിധി പലതും വരും. ഏതായാലും അന്വേഷണം ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് മനസ്സിലാക്കുന്നത് അന്വേഷണം അതിൻ്റെതായ നേരായ വഴിക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർക്കാരിന്റെ ഇന്റർഫിയറൻസ് ഒന്നും അതിനകത്ത് വരാൻ യാതൊരു സാധ്യമില്ല. പ്രത്യേകിച്ച് കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ശരി, താങ്കളത് ഇപ്പോഴും നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരാൾ അറസ്റ്റിലായി എന്ന് കരുതി അയാളെ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിട്ടില്ല, കുറ്റാരോപിതനായി നിൽക്കുകയാണ് എന്നതുകൂടി ഉണ്ട് അതിൽ. നമുക്കറിയില്ല അയാൾ തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ. ശ്രീ ബിനു ആണ് കായംകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ബിനു, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ബിനു പറഞ്ഞോളൂ. ഇതെന്ന് വെച്ചാൽ ഒരു കാര്യമാണ്, ഒന്നും നടക്കുന്ന കാര്യമല്ല. ഇത് അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. ശ്രീ ബിനു ഉറക്കം പറയൂ താങ്കൾ. രാജേഷാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രാജേഷ്, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിനെയും പാർട്ടിയെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നതല്ലേ? അല്ല, ഇതിനു മുമ്പുള്ള പല കാര്യങ്ങൾ എടുത്താലും ഇതേപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോയ ചരിത്രമില്ലേ? നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളീ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ കാണുമ്പോൾ സന്തോഷം തോന്നും. കുറച്ച് കാലം അത് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇവരെല്ലാം രക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ തന്നെ തിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഈ എ പത്മകുമാറിനെ പോലെ ഒരു നേതാവ് അറസ്റ്റിലാവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉൾക്കൊള്ളുന്ന പാർട്ടിയെയും ഭരണ സംവിധാനത്തെയും ഒക്കെ സംശയനിഴലിൽ നിർത്തുന്നതല്ലേ? പിന്നെ ഇത് പറയാൻ നാണക്കാരിലേക്കാണ് ബാബു. ഈ എൻ വാസുവും നേതാവ് തന്നെയാണ്. അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആളാണ്, ഇയാൾ MLA ആളാണ്, പാർട്ടി മെമ്പർമാരിൽ ഇവരല്ലോ. ഇതെല്ലാം നമുക്ക് ലജ്ജ തോന്നുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ, ഞാനൊക്കെ ശരിക്കും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഈ ലോകത്തിൽ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്ത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തൊലി ഉരിഞ്ഞു പോവാ. യുവമാർക്ക് എന്ത് പറ്റി, ഈ MA MP പോലൊക്കെ ശരിക്കും പരിശോധന നടത്തണം, എന്ത് പറ്റി നിങ്ങളെ പാർട്ടിക്കുന്നുണ്ട്. ഇനി എന്താ കോടതി വേണ്ടത്? ഇവരെ ജാമ്യം കൊടുക്കാനേ പാടില്ല. ഇവരെ സ്വത്തോ മുതലോ വീടടക്കം ജപ്തി ചെയ്താൽ ശരി, നഷ്ടപ്പെട്ട ഈ സ്വർണത്തിനനുസരിച്ച് പൈസ വസൂലാക്കിയ ശേഷം മാത്രമേ ജാമ്യം കൊടുക്കാവൂ. പുറത്തു വിടാൻ പാടില്ല. ഇത് പാടായിരിക്കണം. കാരണം ഈ നാട്ടില് അനക്ക് വിശ്വാസമല്ല, അവിശ്വാസമാണ്. എന്നാൽ ഈ ജനങ്ങൾ ഈ അയ്യപ്പന്മാരെ നെഞ്ഞത്ത് ചെപ്പുന്ന പരിപാടിയെ പറ്റി ചെയ്ത് എന്ത് തോന്നിയ കാണിച്ച് ഈ മുരാരി ബാബു, കിരൺ ബാബു എന്റെ സൂത്രകാരൻ, ഈ പത്മകുമാറിന്റെ കാറ്റം പെരും കള്ളവനാണ്. ഇരുമാർക്കും ജാമ്യം കൊടുക്കുകയും ബഹുമാനപ്പെട്ട കോടതി ആരും കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇപ്പൊ 3 മാസം കഴിയുമ്പോൾ ഇതൊക്കെല്ലാം ജാമ്യം കിട്ടിയമാരെ പുറത്തിറങ്ങും, ഒരു കേസും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരെ ജപ്തി ചെയ്തിട്ട്, ഇവരെ സ്വത്ത് മുഴുവൻ ജപ്തി ചെയ്താൽ ഈ നഷ്ടപ്പെട്ട പണം ഇതിലാക്കിയ ശേഷം ഇവരെ വിടാവും. ഓക്കെ കിരൺ ബാബു. ശരി, നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, ഇത് അറസ്റ്റ് ഇപ്പോൾ എ പത്മകുമാറിലേക്ക് വരെ എത്തിയിരിക്കുന്നു. അത്രത്തോളം നാണക്കേടാണ് ഇത് CPM-നും
ഭരണകൂടത്തിനും ഒക്കെ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. അതായത് ശരിക്കും പറഞ്ഞ ഈ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ മനസ്സിന് എന്താ പറയാ ഒരു ആശ്വാസവും സമാധാനവും ഒരു നീറ്റല് കുറച്ച് കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അന്ന് ഇവരൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് സ്ത്രീകളെ കയറ്റിയ കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് ജനങ്ങൾ നമ്മുടെ വിശ്വാസികളുടെ ഹൃദയം എന്താ പറയാ മുളക അരച്ചു പരട്ടിയ പോലെ വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ തെരുവീതികളിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകള് പ്രകടനം നടത്തി. അപ്പോ അതിന്റെ ഒരു പ്രത്യാഘാതം എന്താ പറയാ സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു എന്താ പറയാ ഒരു സമാധാനം ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള വിശ്വാസം അയ്യപ്പ ഭക്തന്മാർക്കുണ്ടായിരുന്നു. ഇപ്പൊ ഇതുവരെയുള്ള നീക്കങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം ഒരു സമാധാനവും സന്തോഷം എന്താ പറയാ ഒരു നെടുവീർപ്പ് ഇട്ട് ആശ്വസിക്കാണ് ഈ പ്രിയരായ ഭക്തജനങ്ങള്. ഭക്തർക്ക് അതല്ലേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും അയ്യപ്പസ്വാമിയെ കുറിച്ച് ഇനിയിപ്പോ ആർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളെ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത്. എല്ലാം ഭംഗിയായിട്ട് കലാശിക്കട്ടെ എന്നല്ലാതെ ഞാൻ ഭഗവാനോട് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണോ ഇത്? സാറേ നമസ്കാരം. നമസ്കാരം. നല്ല അന്വേഷണമാണ് സാറേ. ഞാനിപ്പം ഇത് കേട്ടോണ്ട് ശ്രദ്ധിക്കുന്നത് നല്ല അന്വേഷണമാണ്. ഈ രീതിയിൽ തന്നെ പോകണം അന്വേഷണം. നല്ല അന്വേഷണമാണ്. അപ്പൊ എന്തായിരുന്നാലും കുറ്റക്കാര് പിടിക്കപ്പെടും. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കുക തന്നെ ചെയ്യണം. പക്ഷെ അന്വേഷണവും നല്ല അന്വേഷണമാണ്. കേരളത്തിൽ ഇനി ഇതുപോലൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ശബരിമല ഇപ്പോഴല്ല, നേരത്തെ പല പ്രാവശ്യം എനിക്ക് തോന്നുന്ന ഈ പൈസ എണ്ണുന്ന ആളുകൾ പോലും ഈ പൈസ എടുത്ത ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്, എണ്ണുന്ന സ്ഥലത്ത് നിന്ന്. അപ്പൊ അവരെല്ലാം ഭക്തരായിട്ടാണ് അവിടെ പോകുന്നത്. പുറത്തു നിന്നുള്ള ആളുകളല്ല, എല്ലാം ഭക്തന്മാരാണ്. ഭക്തന്മാരെ തിരിച്ചറിയാന്നുള്ളതാണ് പ്രശ്നം. ആരാണ് ഭക്തൻ? ഭക്തരല്ലാത്ത ആളുകളും ഇപ്പൊ അവിടെ ഈ നുഴഞ്ഞു കയറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ശരി, അതാണ്. ഓക്കെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, CPM-ന്റെ ഉന്നതനായ നേതാവായിട്ട് കൂടി ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയല്ലേ യഥാർത്ഥത്തിൽ ഈ എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയ സംഭവങ്ങൾ? സാർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായ ആദരണീയനായ M പത്മകുമാർ സാർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. ശബരിമലയിലെ ഭക്തരുടെ കണ്ണിലുണ്ണിയായ ബാസു സാറ് ഓൾറെഡി ഉള്ളിൽ കിടക്കുകയാണ് സാർ. ഇനി ഏതൊക്കെ ബഹുമാന്യരായ സാറന്മാർ വരുമെന്ന് പറയാൻ പറ്റത്തില്ല സാർ. അങ്ങേ അറ്റത്തെ ഒരുപക്ഷെ ഈ കേസ് തേച്ചുമാച്ചു കളഞ്ഞ് ഒരിക്കൽ കൂടി MLA ആയിട്ട് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടി തയ്യാറായ പത്മകുമാർ സാറിനോട് ഈ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ അദ്ദേഹം ആദരണീയനായ പത്മകുമാർ സാറ് ഐക്കുള്ളിലായിരിക്കുകയാണ് സാറ്. സാറിന് മനസ്സിലാവുന്നുണ്ടോ? ആദരണീയനായ ശബരിമല ഭക്തരുടെ ഹൃദയത്തിൽ സ്നേഹം കടന്നുകൂടിയ ബഹുമാന്യനായ ബാസു സാർ, അദ്ദേഹവും ജയിലറിക്കുള്ളിലാണ് സാർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ? സാറ് ഈ സാറന്മാരെയൊക്കെ VIP പരിഗണന കൊടുത്ത് കേരളത്തിലെ ഏതെങ്കിലും VIP പരിഗണന കൊടുത്തുള്ള ജയിലിലേക്ക് മാറ്റാൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ ബഹുമാന്യായ മുഖ്യമന്ത്രി ഒന്ന് പരിശ്രമിക്കണമെന്ന് ഒരു ആവേശമുണ്ട്. കാരണം സാറിനോട് ഇത്ര ദയനീയമായിട്ട് പറയുന്നതിനൊരു കാരണമുണ്ട് സാർ. സാറൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വെച്ചിട്ടാ. കാരണം എന്താണെന്നറിയോ? സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചൌക്കിദാർ ചോറെ എന്ന് പറഞ്ഞത് ഏതെങ്കിലും കേസ് വിധിച്ചിട്ടാണോ, അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടാണോ? സാറിന്റെ ചാനലിലും പലരും പറഞ്ഞല്ലോ. സാർ നല്ലോണം അന്നൊന്നും ഇതിനെത്ര പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഇവരെയൊക്കെ എന്നോട് എന്റെ നാവിൽ നിന്ന് വീണുപോയി കള്ളന്മാർന്ന് ഞാൻ പൂർവാധികം ക്ഷമ ചോദിക്കുന്നു. പക്ഷെ സാറിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ചൌക്കിദാർ ചോറെ എന്ന് പറഞ്ഞു. ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ചൌക്കിദാർ ചോർഹെ താങ്കൾ ഇടയ്ക്ക് പറഞ്ഞു എന്നല്ല പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നിരുന്നിട്ട് ചൌക്കിദാർ ചോര എന്ന് സകലരും പ്രതികരിക്കുമ്പോൾ പ്രതികരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ പറയാൻ അവർക്ക് പറഞ്ഞുകൂടെ? അവരുടെ ഒരു മുദ്രാവാക്യം. സാറിന് ഇത്ര വികാരം ഉണ്ടായി കണ്ടില്ല. വികാരം കൊള്ളുന്നത് ബാലകൃഷ്ണനെ പോലെ വികാരം കൊള്ളുന്നവരല്ല ഞങ്ങളാരും.
ഇതൊന്നും പറയുന്നത് കേൾക്കുമ്പോൾ വികാരമൊന്നും കൊള്ളില്ല ഞങ്ങളാരും. പ്രധാനമന്ത്രിയെ ഒരു കേസിൽ തെളിയാണ്ട് കള്ളനെന്ന് വിളിക്കാൻ പ്രധാനമന്ത്രിയെ കള്ളനെന്ന് വിളിക്കുന്നത് അത് കോൺഗ്രസ്സുകാർക്ക് അത് ആ തരത്തിൽ പറയാൻ അവകാശമുണ്ട്. കോൺഗ്രസ്സുകാർക്കെതിരെ അതിനേക്കാൾ മോശപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ ഈ പറയുന്ന BJP നേതാക്കൾ പറഞ്ഞിരിക്കും. അവർ പരസ്പരം പറയുന്നത് ഞങ്ങളെന്തിനു പിഴച്ചു? സാർ ഒരു മിനിറ്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആ ചാനലിൽ ഇരുന്ന് അന്ന് കള്ളെന്ന് വിളിക്കുമ്പോൾ സാറിന് ഇന്നലെ ഞാൻ അത് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചൗക്കിദാർ ചോർഹ എന്നാണ് പറഞ്ഞത്, അല്ലാതെ അവരാരെങ്കിലും പ്രധാനമന്ത്രി കള്ളനാണെന്ന് പറഞ്ഞില്ല, നരേന്ദ്രമോദി കള്ളനാണെന്ന് അവരാണെന്നും പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞത് പേരെടുത്ത ഒരാൾ കള്ളനാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ കള്ളനാണെന്ന് അങ്ങനെ വിളിക്കാൻ കഴിയില്ല. കോടതി കുറ്റക്കാരനാണെന്ന് വിളിക്കാൻ കഴിയും. ഞാൻ ക്ഷമ ചോദിച്ചു. സാറന്മാരെ VIP ജയിലിലേക്ക് ആക്കാൻ സാറ് കൂടി ഒന്ന് പരിശ്രമിക്കണം. എനിക്കതിന്റെ പണിയില്ല ശ്രീ ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ സാറൊന്ന് താങ്കളുടെ അഭിപ്രായത്തിന് നന്ദി. പ്രത്യേകം നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ അന്വേഷണം ശരിയായ വഴിക്ക് പോകുന്നു എന്നതാണോ, അതോ അതിനേക്കാളൊക്കെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് CPM ഒരു നേതാവ് അറസ്റ്റിലാവുന്നു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കുണ്ടാക്കുന്ന പ്രതിസന്ധി അതും വളരെ വലുതല്ലേ? ഇവർക്ക് ഇതൊക്കെ പുള്ളിക്കവറാണ്. ഇതൊക്കെ കേസുകൾ പിണറായി വിജയനും CPM ഒക്കെ കൂടി ഇതൊക്കെ തേച്ചു മാറ്റി കളയാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായിട്ടില്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാരാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇവരെല്ലാവരും അഴിക്കൂട്ടലായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ആൾക്കാരുണ്ട്, വമ്പന്മാരുണ്ട്. ഇതൊക്കെ കോൺഗ്രസ്സുകാരാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ നിന്ന് കത്തില്ലേ? മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എന്ത് അക്രമം? ഇവിടെ ഈ അയ്യപ്പ മഹാ സംഗമം നടത്തിയത് എന്തിനു വേണ്ടിയിട്ട്? അയ്യപ്പ ഭക്തരുടെ ജനവിശ്വാസികളുടെ പേരും പറഞ്ഞ് ഇവര് അക്രമങ്ങളും മറ്റതൊക്കെ നടത്തി കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? ഇപ്പൊ അവിടെ ഒരാൾക്ക് കേറാൻ പറ്റാണ്ടായി മലയില്. ഇതുള്ള ആൾക്കാരൊക്കെ മടങ്ങി പോണ്. ഇതൊക്കെ അവിടെ ശബരിമലയിൽ കയറുന്നതിന് ഒരു ദിവസം ഒരു തിരക്കുണ്ടായി. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരത് പരിഹരിക്കുകയും ശാന്തമായി വന്ന് മടങ്ങി പോകുന്നതിന് തടസ്സമൊന്നുമില്ല. അല്ല സാറ്, ഞാൻ പറഞ്ഞതല്ല. ഇത് ഇന്നലെ ഉണ്ടായതല്ലോ. 6 മാസം മുപ്പതൊക്കെ നോക്കണ്ടേ? കൺട്രോളിംഗ് ഒക്കെ ഇതൊക്കെ ഞാൻ ചർച്ച ചെയ്തതാണ് ശ്രീനിവാസൻ. അതൊക്കെ ഇന്നലെ ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത്. ശ്രീ ബിനോയ്, CPM നേതാക്കൾ കൂടി അറസ്റ്റിലാവുമ്പോൾ സ്വാഭാവികമായും ഇവരൊക്കെ നേതാക്കളായിരുന്നു, ഉത്തരവാദിത്വം വഹിച്ച കാലത്ത് ഇങ്ങനെയൊക്കെ കള്ളം നടന്ന ഒന്നൊരു പരിശോധന പോലും ആ പാർട്ടിയിൽ നിന്നുണ്ടായില്ല എന്നത് കണക്കാക്കേണ്ടി വരുമോ? ശരിയാണ് കിരൺ, അത് കറക്റ്റ്. അങ്ങനെ തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം കള്ളന്മാർ കപ്പലിൽ തന്നെ, കപ്പലിൽ നിന്ന് മാത്രമല്ല, കള്ളന്മാർ കപ്പലിൽ തന്നെയാണ്. ഞങ്ങൾ കുറെ നാൾ കൊണ്ട് പറയുന്നുണ്ടല്ലോ കിരൺ, ഇതിൽ ഈ CPM നേതാക്കളും ഭരിക്കുന്നവരുടെ ഒക്കെ പങ്കുണ്ട് എന്നുള്ള. വാസുവിനെ പിടിച്ചപ്പോൾ വാസു കൃത്യമായി ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. അതേ കണക്ക് തന്നെ പോറ്റിയും പറഞ്ഞു. അപ്പോ ഉറപ്പായിട്ടും ഇപ്പൊ ഇദ്ദേഹത്തിനെ പ്രതിയാക്കി. അത് പ്രതിയാക്കിയതിന് കാരണം ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ അന്വേഷണമായിരുന്നുവെങ്കിൽ ഇവർ പ്രതിയാകത്തില്ലായിരുന്നു. പക്ഷെ കോടതി നേരിട്ട് അന്വേഷിക്കുന്നത് കൊണ്ട് ഈ കള്ളന്മാരെ ഉറപ്പായിട്ട് പിടിക്കാൻ പറ്റി. ഇനി 2 പേരുണ്ട്. അതായത് ദേവസ്വം മന്ത്രിമാരായിരുന്ന ഈ പീരീഡിൽ ഉണ്ടായിരുന്ന വാസനും അത് കടകംപള്ളി സുരേന്ദ്രനും, ഇവർ 2 പേരും ഉറപ്പായിട്ട് പ്രതിയാകും. നമുക്കറിയാം, ഒരു പാർട്ടിയെ തന്നെ നിഴലിൽ നിർത്തിയിരിക്കുകയാണ്. പ്രതി ലിസ്റ്റിൽ ഒരു പാർട്ടിയെ തന്നെ. CPM എല്ലാവരും ഇതിനകത്ത് ഒത്തുചേർന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം പല ആളുകളെയും ദ്രോഹിച്ച് ഉപദ്രവിച്ച് ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആള് അയ്യപ്പന്റെ സ്വർണം കട്ട് കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ട് അയ്യപ്പനെ ദ്രോഹിച്ച, അയ്യപ്പന്റേത് കട്ടാൽ ഒരിക്കലും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ള നിലയിൽ അയ്യപ്പന്റെ സ്വർണം അടിച്ചോണ്ട് പോയതിന്റെ അതിനുള്ള കൃത്യമായൊരു മറുപടി അപ്പൊ തന്നെ അദ്ദേഹത്തിന്. ഇനി ചെയ്യേണ്ടുള്ളത് ഇദ്ദേഹത്തിന്റെയും വാസുവിന്റെയൊക്കെ കഴിഞ്ഞ 10 വർഷത്തെ സ്വത്തും കുടുംബത്തിൽപ്പെട്ടവരുടെ സ്വത്തും അന്വേഷിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവിടുന്ന് കാണിക്കുകയും ചെയ്യുന്നു, മറ്റൊക്കെ അടിച്ചോണ്ട് പോയിട്ടുണ്ടായിരിക്കും. ഇതൊരു മതവിശ്വാസിയുടെ വികാരമാണ്. ആ വികാരത്തിൽ തൊട്ടാണ് ഇവരെ ഓരോരുത്തരും, ഇപ്പൊ മന്ത്രിയായാലും കൊള്ളാം, പഴയ മന്ത്രിയായാലും കൊള്ളാം, പുതിയ മന്ത്രിയായാലും കൊള്ളാം, എല്ലാവർക്കും ഇതിലൊരു കൈയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്കും ഇതിനകത്തൊരു കൈയുണ്ട്. അല്ലാതെ ഒരിക്കലും ഇത് ആ കൈ ഇല്ലാതിരിക്കത്തില്ല. കാരണം നമുക്ക് കൃത്യമായി അറിയാം. അരുണെ നമ്മൾ എത്ര നാൾ കൊണ്ട് അരുണിന്റെ അടുത്ത് പറയുന്നു, ഇതിനകത്ത് പാർട്ടിക്കാരുടെ അവരുടെ ഇടപെടിയിലുണ്ട്, മന്ത്രിമാരുടെ ഇടപെടിയിലുണ്ട്, ഈ പ്രസിഡന്റുമാരുടെ ഇടപെടിയിലുണ്ട്. കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്യുന്നതാണ്. ഞാൻ അരുൺ പറഞ്ഞപ്പോ ഞാൻ 400 കോടി രൂപയാങ്ങാണ്ടാണ് ഒരു സീസണിൽ അവിടെ വരുന്നത്, ഒരു വർഷത്തെ. അപ്പം ഇതിൽ CPM-കാർ, ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു, ഇനിയും ഒരുപാട് CPM നേതാക്കന്മാർ
ഇതിൽ ഈ കള്ളത്തരത്തിൽ ഈ അയ്യപ്പന്റെ ഈ മതവിശ്വാസികളുടെ ശബരിമലയിൽ വരുന്ന ആളുകളുടെ പൈസ അടിച്ചോണ്ട് പോയവരിൽ ഇനിയും ആളുകൾ കുടുങ്ങാനുണ്ട്. ആ ആളുകൾ കുടുങ്ങുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. അയ്യപ്പനിൽ വിശ്വാസമുണ്ട് നമ്മൾക്കെല്ലാം. അത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വാം വെൽക്കം. അവര് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കീഴിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് തെളിയില്ല. പക്ഷെ കോടതി എടുത്ത ബഹുമാനപ്പെട്ട ആ കോടതി എടുത്ത തീരുമാനം ഉണ്ടല്ലോ, ആ തീരുമാനത്തിനൊരു ബിഗ് സല്യൂട്ട് ചെയ്യുക കോടതിയെ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നമില്ല. തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇങ്ങനെ ഒരു അന്വേഷണം വന്ന് CPM-ന്റെ ഒരു പ്രധാന നേതാവ് തന്നെ അറസ്റ്റിലാവുന്ന അവസ്ഥയിലേക്കൊക്കെ നീങ്ങുന്നു. സ്വാഭാവികമായും ആ പാർട്ടിക്ക് മറുപടി പറയേണ്ടി വരില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ള സാറേ, ഈ പവിത്രയും പരിപാലനമായ ഈ ശബരിമല ഇതുപോലെ മലിനപ്പെടുത്തില്ല അതിയായ ദുഃഖമാണ് ആദ്യം രേഖപ്പെടുത്തുന്നത്. കാരണം ഞാൻ ഒത്തിരി നാൾ വർഷങ്ങളോളം ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ പോകില്ല. കാരണം വെച്ചാൽ വ്യക്തത വന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റുന്നില്ല. എന്തായാലും അത് പോട്ടെ. ഈ ശബരിമലയിലേക്ക് ഉണ്ടായ വിഷയം നിസാരമൊന്നുമല്ല. കാരണം ഇത് കൈ പിടിച്ചിരിക്കുന്ന പ്രതികൾ എല്ലാം കൈകൾ മാത്രമാണ്, തലകൾ വേറെയാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇതേ രീതിയിൽ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുൻ മന്ത്രിമാരടക്കം ശരിയായ ഒരു തെരുവിൽ കൂടി പോകുമ്പോൾ അതിനെ മന്ത്രിമാരടക്കം അറസ്റ്റ് ചെയ്യുന്ന സ്ഥിതി വരും. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആരും ഒരു പ്രകോപനത്തിന് വന്നിട്ടില്ല. ഇതേ മറിച്ച് ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണെങ്കിൽ, അതേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ഇവിടെ കേരളം കത്തിക്കാനായിരുന്നു. നമുക്കറിയാമല്ലോ, നിസ്സാരം സോളാർ കേസ്, പാലാരിവട്ടം കേസ്, ഇതൊക്കെ നമുക്കറിയില്ല. അവരൊക്കെ മന്ത്രിമാരാണ് അറസ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത്. ആകെ മറ്റുള്ള അവിടുത്തെ ജോലിക്കാരെ കൊണ്ടല്ല പോയിരിക്കുന്നത്. ഇത്രയൊക്കെ കണ്ടിട്ടും ഒന്നും മിണ്ടാത്ത നമ്മുടെ ഗോവിന്ദ മാസ്റ്ററും ദേവിയൊക്കെ എന്തൊരു പവിത്രയാണ് അവർ ഈ കേരളത്തെ കുറിച്ച് പറയാനുള്ളത്. അവര് സുതാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് സുതാര്യത ഇപ്പൊ നഷ്ടപ്പെട്ടില്ലേ? അതിയായ ദുഃഖത്തോടെ പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു അമ്പലമാണ് ഏറ്റുവാനമ്പലം. ഇപ്പൊ എനിക്ക് സത്യത്തിൽ ഉൾഭയമാണിത്. അവിടുത്തെ ഏഴപ്പനാനിക്ക് ഭയങ്കര പവിത്രതയുള്ളതാണ്. അതുപോലും ഇപ്പൊ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം ഞങ്ങളുടെ അടുത്താണ് ഈ ഏറ്റുവാനമ്പലം. ഇതൊക്കെ ഇനിയും ബഹുമാനപ്പെട്ട കോടതിയുടെ അപേക്ഷയാണ്. ഇതും ഒന്ന് പരിശോധിക്കണം. പരിശോധിച്ചു കൊണ്ടുവന്ന് ഈ പവിത്രതയെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ജനങ്ങളുടെ ഒപ്പം കോടതി ഉണ്ടാകും എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് അലിയാണ്, വയനാട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മുഹമ്മദ് അലി, കേരളത്തിനെ തന്നെ പിടിച്ചുലച്ച ഒരു കേസാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസ്. സ്വർണ്ണത്തെ ചെമ്പ് എന്നൊക്കെ രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തുന്നതിൽ പത്മകുമാർ എന്ന് പറയുന്ന CPM-ന്റെ നേതാവിന് പങ്കുണ്ട് എന്നതുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല നിലയിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. പറഞ്ഞോളൂ താങ്കൾ. നല്ല നിലയിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ ഇപ്പോ എന്ന് പ്രതീക്ഷിക്കാം. അപ്പം അതിൽ മനസ്സിലാവും ആരൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ മുന്നേ ഒരു 2-3 ആഴ്ച മുന്നേ VD സതീശൻ പറഞ്ഞായിരുന്നു ഒരു ബോംബ് പൊട്ടാനുണ്ട്, അത് CPM-ന് മനസ്സിലാവുന്നുണ്ട്. ആ ബോംബ് ഇതാണെന്നാ എനിക്ക് തോന്നുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകമാണ്. അല്ലാതെ ശബരിമല എന്ന പ്രസക്തമായ ഒരു എല്ലാ ആൾക്കാരും വഴിപാട് നടത്തുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ല. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ് ഇതിന്റെയൊക്കെ ബേക്കില്. എനിക്ക് തോന്നുന്നത് പറയുന്നത് അവിടെ അങ്ങനെ സ്വർണ്ണ മോഷണം നടന്നിട്ടില്ല എന്നാണോ? സ്വർണ്ണ മോഷണം നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്തെന്ന് നമ്മള് ഇപ്പൊ ഈ സർക്കാർ ഇടപെട്ടിട്ട് സ്വർണം മോഷ്ടിക്കൂലല്ലോ. ആരെങ്കിലും ഒക്കെ ഇടപെടാതെ സ്വർണം തന്നെ പോയി അവിടെ നിന്ന് ചാടി എണീറ്റ് പോയില്ല. പ്രതിപക്ഷത്തും ഉണ്ടാവും പ്രതികള്, ഭരണപക്ഷത്തും ഉണ്ടാവും. ഇപ്പൊ ഭരണപക്ഷത്തുള്ള പ്രതികളുടെ കാര്യമല്ല പുറത്തു വന്നത്. അപ്പോൾ അതിനെ ആ കാര്യം പറയുമ്പോൾ താങ്കൾക്ക് എന്താണ്, അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് താങ്കൾക്ക് തോന്നലുണ്ടോ? ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചല്ലോ ഇത് അന്വേഷണം നടക്കുന്നതിന്. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അന്വേഷണം നിർത്തി വെക്കാൻ കഴിയുമോ? പറഞ്ഞോളൂ ശ്രീ മുഹമ്മദ് അലി. അതെ, ഇത് എനിക്ക് പോകുന്ന ഒരു പൊളിറ്റിക്സ് നാടകം തന്നെയായത്. ഏതാ ഈ അന്വേഷണ സംഘം ശരിയായ രീതിയിലല്ല അന്വേഷിക്കുന്നത്? കേരളത്തിൽ CPM ഭരിക്കുന്ന കേരളത്തിലെ ആ പോലീസ്, കേരള ക്രൈംബ്രാഞ്ച് CPM-കാരെ കൊടുക്കാൻ ശ്രമിക്കുന്നതെന്നാണോ? ശരി ശ്രീ മുഹമ്മദ് അലി. ശ്രീ ജിനീഷ് ആണ്, ലണ്ടനിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജിനീഷ്, താങ്കൾ ദീർഘകാലമായി ലണ്ടനിൽ താമസിക്കുന്ന ആളാണോ?
അതെ അതെ, സ്ഥിരമായിട്ട് 5-8 ലക്ഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. ശരി, ഓക്കെ. താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ കേരളത്തിൽ നടക്കുന്ന ഈ സ്വർണ്ണമോഷണവും അതോടൊപ്പമുള്ള അന്വേഷണവും അറസ്റ്റും ഒക്കെ കുറിച്ച്? കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണമോഷണം ആക്ച്വലി എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയ അതിശയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൽ സ്വർണ്ണമായിരുന്നല്ലോ കുറെ നാൾ കൊണ്ട് നമ്മുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരുന്നത് രമേശ് ചെന്നിത്തല. പക്ഷെ അയ്യപ്പനായിട്ട് ആ സ്വർണം മുന്നിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിശയമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കാണുന്ന ശബരിമലയുടെ കട്ടളപ്പാളി അടിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങേയറ്റം ഒലിങ്ങേറ്റം കിടക്കുന്ന ദേവസ്വം ബോർഡിലെ ക്ഷേത്രത്തിൽ എന്തുമാത്രം സ്വത്തിവന്മാർ അടിച്ചോണ്ട് കൂട്ടുമെന്ന് ആലോചിക്കുക. അത് ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്ന കാര്യമാണ്. 3 വർഷത്തിന് ശേഷം ഈ പ്രാവശ്യം ഞാൻ ഞങ്ങളുടെ നാട്ടിൽ വന്ന് പല ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് അമ്പലത്തിനകത്തുള്ള 70% ജീവനക്കാരും ഗുണ്ടകളെ പോലാണ് പെരുമാറുന്നത്. അവിടെ നിൽക്കുന്ന ആർക്കും ഒരു ബഹുമാനമില്ല. അത് പണ്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരെല്ലാം നമ്മളെ നോക്കുന്നത് നമ്മുടെ മടിക്കൂത്തിൽ എന്താണ്, അവൻ വെളുത്തതാണോ, അവന്റെ മാലയുണ്ടോ, അവനെ ഇങ്ങോട്ട് വിളിച്ച് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞ് പൂജയ്ക്കോ പൈസയ്ക്കോ ഗുണ്ടകളെ പോലെ പെരുമാറുന്ന വലിയൊരു സമൂഹം നമ്മുടെ അമ്പലങ്ങളിൽ കയറിപ്പറ്റി എന്നുള്ളത് അതിശയിപ്പില്ല, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചോറ്റാനിക്കര ക്ഷേത്രത്തിലാണെങ്കിലും മാവേലിക്കരയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും ഏത് ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിനകത്ത് ഏറ്റവും അപൂർവമായി വൈക്കത്ത് മാത്രമേ ഉള്ളൂ. അത് വലിയ വലിയ ശിവക്ഷേത്രങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്ര അഹങ്കാരം കാണിക്കാത്തത്. ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും, വരുമാനമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും കറക്റ്റായിട്ട് ഗുണ്ടാ പരിപാടി ഇപ്പൊ അമ്പലങ്ങളിൽ നടക്കുന്നത്. അതാണ് പറഞ്ഞത്, നമ്മുടെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയുടെ കട്ടളപ്പാടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വാസു ആണെങ്കിലും പത്മകുമാറാണെങ്കിലും അത് മാത്രമല്ല താഴെ മുതലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് ഇവന്മാരെ മുഴുവൻ ഗുണ്ടകളാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ പണം അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് അനുഭവിച്ചൊരു കാര്യം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. പലപ്പോഴും ഈ പല ക്ഷേത്രങ്ങളിലെയും ആളുകളൊക്കെ ഈ തരത്തിൽ പെരുമാറുന്നതെന്ന് ഉണ്ട്. സ്ഥിരം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പലരുടെയും പെരുമാറ്റത്തിലൊക്കെ അത്തരത്തിൽ മാറ്റം ഉണ്ടാകുന്നുള്ളത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ്. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ അറസ്റ്റിനെ കാണുന്നത്? നമസ്കാരമുണ്ട്. ഇത് ചെയ്തതിൽ നമ്മൾ ന്യായീകരിക്കുന്നില്ല. CPM-ന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ലാന്ന് ഇതിന്റെ സംഗതിക്ക് തുടക്കം തൊട്ട് സഖാക്കളും ഈ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ എന്താന്ന് വെച്ചാൽ ഈ സംഭവം ചെയ്തിട്ട് ഒന്നടങ്കം CPM ഇപ്പൊ ശബരിമലയില് ഇപ്പൊ പറയുന്ന ഞാൻ ഭയങ്കര തിരക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ എല്ലാ ചാനലുകളും ചർച്ച ചെയ്തു. പക്ഷെ CPM ഭരണത്തിലിരിക്കുമ്പോ അവിടെ വരാനാണെങ്കിൽ അത് വലിയൊരു വിഷയമാക്കുക. അതേപോലെ ഇപ്പൊ ഈ സ്വർണ്ണക്കുള്ള ഇത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അത് പത്മകുമാറല്ല, പോറ്റല്ല, ഏത് തമ്പുരാനായാലും ഇപ്പൊ ഭരണപക്ഷത്തായിരിക്കുന്ന വെച്ചിട്ട് ഒരാളെ സംരക്ഷിക്കാൻ ഈ പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ഇത് സംഗതി CPM-ന് ഒരു ചെറിയൊരു അടി തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇത് ചാനൽ മുഴുവൻ CPM-നെ ഇപ്പൊ പോലീസിലൊരു വിഷയം ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്, കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ ഒരു അന്വേഷണത്തിൽ CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പ്രതിയായി വരുമ്പോൾ CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും, നമുക്ക് ഉറപ്പില്ല, സ്വാഭാവികമായും അവരുടെ കയ്യിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവണം. അല്ലാതെ അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ്. അത്തരം ഒരു വിഷയത്തിൽ CPM-നെ പോലെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, ദീർഘകാലമായി ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന MLA ആയിരിക്കുന്ന ഒരാൾ അറസ്റ്റിലാവുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അത് ആ പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിഷയമല്ലേ? അല്ല, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അഹോരാത്രം ഇത് തന്നെയാണ്. ഇതല്ലല്ലോ അഹോരാത്രം ചർച്ച ചെയ്ത്, ഇതിപ്പോൾ 1 മണിക്കൂർ മുമ്പ് വന്ന വിഷയമല്ലേ? അത് ഇന്ന് സ്വാഭാവികമായി ഇന്ന് നാളെ ചർച്ചയുമായിട്ട് മാസങ്ങളായി, ചർച്ചയുമായിട്ട് ദിവസം കുറെ ആയല്ലോ. ഈ ചർച്ചയും ഓരോ ദിവസം ഓരോരുത്തരെ അറസ്റ്റ് ആകുമ്പോൾ കൂടുതൽ ചർച്ചകൾ വരില്ലേ? ഇത് കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചർച്ച ചെയ്യില്ലായിരുന്നോ? ഇദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ആരും ആവട്ടെ, തെറ്റ് തന്നെ. അയാളെ സംരക്ഷിക്കുമെന്ന് ഈ പ്രസ്ഥാനം പറഞ്ഞിട്ടില്ലല്ലോ. തെറ്റ് ചെയ്ത കാലത്തൊന്നും അദ്ദേഹത്തെ പിടിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ നേതൃത്വപരമായ വീഴ്ച തന്നെയാണ്, സംശയമൊന്നുമില്ല. അല്ല, പ്രസ്ഥാനത്തിന് നാട്ടുകാരല്ലല്ലോ പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന നിലയിൽ CPM പാർട്ടി സംസ്ഥാന കമ്മിറ്റി അല്ലേ അദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയത്. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കില്ലേ? അല്ല സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ ഇതിനിപ്പോ നമ്മൾ വിമർശിക്കുകയല്ല. ശരി, ശ്രീ കോമളനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ കോമളൻ, താങ്കൾ തിരുവനന്തപുരത്ത് എവിടെയാണ്? ഞാൻ തിരുവനന്തപുരത്ത് മുട്ടടയിലുള്ളതാണ്. ശരി, ഓക്കെ. ശ്രീ കോമളൻ പറഞ്ഞോളൂ. പിന്നെ ഇപ്പോ സഖാക്കളെല്ലാം പറയുന്നത് ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കും.
അപ്പൊ ഉപ്പ് ആരാ കൊടുത്തത്? മുഖ്യമന്ത്രിയല്ലേ ഇവർക്കൊക്കെ ഉപ്പ് കൊടുക്കുന്നത്. അപ്പൊ മുഖ്യമന്ത്രി ഉപ്പ് കൊടുത്തിട്ട് സഖാക്കള് പറയുന്നു വെള്ളം കുടിക്കുമെന്നവര്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇതിനകത്ത് നേരിട്ട് ഒരു ദേവസ്വം ബോർഡിന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രിക്കും സ്വർണത്തോട് വലിയ താല്പര്യമാണല്ലോ. നമ്മൾ കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്താണ് സ്വർണത്തോട് സവിശേഷമായ താല്പര്യം? അല്ല, അവര് നിയമിക്കുന്ന ആളാവുമ്പോ അവർക്ക് അതിന്റെ പ്രതിഫലം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. മുഖ്യമന്ത്രിക്ക് സ്വർണത്തോട് താല്പര്യമെന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അത് എന്താണ് കാരണം? എനിക്കറിയില്ല അങ്ങനെ മുഖ്യമന്ത്രിക്ക് സ്വർണത്തോട് താല്പര്യമുള്ളതായി അറിയില്ല. സ്വർണത്തോട് താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് എനിക്കറിയാവുന്നത്. അതെ, നമുക്ക് വായിച്ചു കേട്ട അറിവ് നമുക്ക് എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ഈ സ്വർണ്ണക്കടത്തെന്നും പറഞ്ഞുകൊണ്ടൊക്കെ എന്നിട്ട് ആ സ്വർണ്ണക്കടത്ത് കേസ് കുറെ കാലമായി കേന്ദ്ര ഏജൻസികളെല്ലാം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അന്വേഷിക്കുന്നല്ലോ. എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുകയോ ചെയ്തോ? പണത്തിന് മീതെ പരന്തും പറക്കില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പണം കൊണ്ട് കേന്ദ്രത്തിലുള്ള BJP സർക്കാരെല്ലാം അവരുടെ ഏജൻസികളെല്ലാം മാറ്റിവെച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? നമ്മൾ ഇവിടെ ജീവിക്കുന്ന മനുഷ്യനല്ലേ. അല്ലെ, ഞാനും ഇവിടെ ജീവിക്കുന്ന മനുഷ്യരല്ലേ? കുറെ കാലമായി പറയുന്നു മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഈ ഏജൻസികൾ കുറെ പേര് വന്നല്ലോ ഇവിടെ. അതുകൊണ്ട് ഇവരെ കൈ ശുദ്ധമാണെങ്കിൽ അവരുടെ കൈ ശുദ്ധമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മുഖ്യമന്ത്രിക്ക് സ്വർണത്തോട് താല്പര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം വേണം താങ്കൾക്ക്. അങ്ങനെ ഒരു കാരണം എന്റെ അറിവിലില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതാ ശരി, താങ്കളുടെ അറിവിലില്ലെങ്കിലും നമ്മുടെ അറിവിൽ ഇങ്ങനെ പത്രവാർത്തകൾ കണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാ. ശരി, പോട്ടെ. എങ്കിലും ഇത് ശുദ്ധം എന്ന് പറയുമ്പോ നേരത്തെ ഇവര് അങ്ങനെയാണെങ്കിൽ ഇവര് ശുദ്ധമാണെങ്കിൽ ഈ വിഷയം വന്നപ്പോ ഇവരെ പുറത്താക്കാം. ശരി, നമുക്ക് വേഗത്തിൽ വേണമെങ്കിൽ വരാം. മുൻ ദേവസ്വം മന്ത്രി ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്. ദേവസ്വം അന്നത്തെ ബോർഡിലെ പ്രസിഡന്റാണ് ഇപ്പോൾ അറസ്റ്റായിട്ടുള്ളത്. അതെ, ഞാൻ നിങ്ങളോട് പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള 5 ദേവസ്വം ബോർഡുകളും സ്വതന്ത്രമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലോ മന്ത്രാലയത്തിലോ ഏതെങ്കിലും തരത്തിൽ ഒരു ഫയൽ അയക്കേണ്ട കാര്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ബോർഡിൻ്റെ തീരുമാനങ്ങളാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമില്ല. ദേവസ്വം ബോർഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിനായിട്ട് അനുവാദം ചോദിച്ച് വകുപ്പ് മന്ത്രിയുടെ അടുക്കൽ ഫയൽ അയക്കേണ്ട കാര്യമില്ല. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ 5 വർഷത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന പ്രവർത്തനത്തിനിടയിൽ ദേവസ്വവുമായിട്ട് ബന്ധപ്പെട്ട ബോർഡിൻ്റെ ഒരു ഫയലും എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ നിയമാവലി അങ്ങനെയാണ്. ഗവൺമെൻറ് അതിനകത്ത് കൈകടത്താനോ ഗവൺമെൻറ് അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനോ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനങ്ങൾ ദേവസ്വം ബോർഡിൻ്റേത് മാത്രമാണ്. അതിനപ്പുറമുള്ള യാതൊരു കാര്യവും അതിനില്ല. മന്ത്രിക്ക് അതിനകത്ത് യാതൊരു റോളുമില്ല. BJPയുടെയും കോൺഗ്രസിൻ്റെയും ആരോപണം രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ബോർഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അതുകൊണ്ട് ദേവസ്വം മന്ത്രിമാരും മറുപടി, ഇപ്പോഴത്തെ മന്ത്രിയും മുൻ മന്ത്രിയും മറുപടി പറയണം. അല്ല, അത് BJPയും കോൺഗ്രസും അങ്ങനെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ പോലും രാഷ്ട്രീയ കൈകടത്തൽ നടത്തുന്ന പാർട്ടികളാണ് ഇവരെല്ലാവരും തന്നെ. അവരുടെ തീരുമാനങ്ങൾ ഈ സ്വതന്ത്ര സ്ഥാപനങ്ങളിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടാകും. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കൊരു സംശയം. യാതൊരു തരത്തിലുള്ള സംശയത്തിന് അവകാശമില്ല. ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ള ഒരു തീരുമാനവും ഗവൺമെൻറ്റിൻ്റെ അറിവോടെയല്ല, ഗവൺമെൻറ്റിന് താല്പര്യമുള്ള വിഷയമല്ല. അത് ഭക്തരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമാണ്. അതെ, ഈ പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നുണ്ടല്ലോ. അവരിങ്ങനെ ഒരുപാട് അന്യായങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അനാവശ്യം പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഒരിക്കൽ പറഞ്ഞത് ഈ സ്വർണ്ണപ്പാളി അത് എവിടെയുണ്ടെന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം. ഏതോ ഒരു വലിയ സമ്പന്നനാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ഇതര സംസ്ഥാനത്തിലെ മറ്റേതോ സംസ്ഥാനത്തിലെ ഒരു വലിയ കോടീശ്വരൻ്റെ കയ്യിലുണ്ട്. ആരാണെന്ന് കടകംപള്ളിക്കറിയാം. ഞാൻ അയാൾക്ക് എന്നെ അപമാനിച്ചതിൽ എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല, ഞാൻ അയാൾക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. അയാൾ അവിടെ വന്ന് കാര്യം പറയട്ടെ. ഏത് വലിയ സമ്പന്നൻ്റെ കൈവശമാണ് സ്വർണ്ണപ്പാളി ഇരിക്കുന്നത് എന്നുള്ള കാര്യം അയാൾ എന്നെയാണല്ലോ കൂട്ടിച്ചേർത്ത് പറഞ്ഞത്. അപ്പോൾ അയാൾ അവിടെ വന്ന് പറയട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്.
ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ SIT നിയമിച്ചിരിക്കുന്നത്, അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല. ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് SITയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞു, ആ അന്വേഷണം തീരുന്നതുവരെ, കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക. അന്വേഷണം അതിൻ്റെ ശരിയായിട്ടുള്ള ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പക്ഷേ പത്മകുമാർ കഴിഞ്ഞ തവണ മാധ്യമങ്ങളാണ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തെ പോലെ വിചാരിക്കുന്ന ആളുകൾ പോലും ഇതിന്റെ പിന്നിലുണ്ട് എന്നാണ് അത്രേ പറയുന്നുള്ളൂ, ബാക്കി പിന്നീട് പറയാം എന്നൊരു പറഞ്ഞ് നിർത്തിയിരുന്നു. എനിക്കറിയില്ല കാര്യം, അതൊന്നും എനിക്കറിയാവുന്ന വിഷയമല്ല. കേട്ടില്ല എന്താ? മാപ്പ് പറയാത്തത് കൊണ്ട് തന്നെ ഞാൻ സിവിൽ കേസ് ഫയൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാനത് നിങ്ങളോട് പറയാൻ നിന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ മാധ്യമങ്ങളും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ മുഖാന്തരം സിവിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പ്രശ്നത്തിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, താങ്കളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൂടി പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണിപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖനായ നേതാവ് A. പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു. സ്വാഭാവികമായും ഇത് പാർട്ടി അതിന് മറുപടി പറയേണ്ടേ? ഇങ്ങനെ ഒരാളെയാണോ പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചത് എന്നതിന് വേഗത്തിൽ പറയണം, സമയം കുറവായതുകൊണ്ടാണ്. അല്ല, ഈ പത്മകുമാർ ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ നിങ്ങൾ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, മുരാരി ബാബു, സുധീഷ് എന്നിവർ പത്മകുമാറിനെതിരെ നൽകിയ മൊഴിയാണ് അറസ്റ്റിലേക്ക് വഴിവെച്ചത് എന്നാണ് പറയുന്നത്. അതായത് 2 പ്രതികളായിട്ടുള്ള ആൾക്കാർ കൊടുത്ത മൊഴിയാണ്. ഇനി എന്ത് തന്നെ അതിനകത്താണെങ്കിലും പത്മകുമാറിനെ പോലെ ആളിനെ പാർട്ടി അവിടെ നിയോഗിക്കുമ്പോൾ പത്മകുമാറിനെ കുറിച്ച് പാർട്ടിക്ക് ഒരു റീഡിംഗ് ഉണ്ട്. ആ റീഡിംഗ് വെച്ചാണ് അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇതിനകത്ത് ഇപ്പം ഏത് കേസിലാണ്, എന്തിന്റെ ടെക്നിക്കലാണോ, അതോ ഇനി സ്വർണം വിറ്റയിൽ അദ്ദേഹം പൈസ വാങ്ങിയിട്ടുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതിന്റെ ഈ SIT കോടതി കൊടുത്ത റിപ്പോർട്ടുകളൊന്നും പുറത്തില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇദ്ദേഹം എന്ന് വെച്ചാൽ ഇത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഫയലിൽ ഒപ്പിട്ടതോ എന്തെങ്കിലും പറഞ്ഞതോ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോലും പത്മകുമാർ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നുള്ളത് ഈ കേട്ട വഴിയിലാണ് കേട്ടോ. റിപ്പോർട്ട് വരുമ്പോഴേ കൃത്യമായിട്ട് അറിയൂ. അങ്ങനെ ഒരു വന്നത് കൊണ്ട് പോലും അങ്ങനെ വരാതിരിക്കാനുള്ള ജാഗ്രത പത്മകുമാർ കാണിക്കണം എന്നുള്ളതിനകത്ത് ഒരു ഉത്തരവാദിത്തമില്ല. മറ്റൊരു പാർട്ടിയിലുള്ള ഒരു നേതാവിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പം ശിവകുമാറിന്റെ അനിയൻ കട്ടെടുത്തോണ്ട് വേണ്ട 7 കിലോ സ്വർണത്തിന് തതുല്യമായ തുകയാണ് അവിടുന്ന് പാത്ര അഴിമതി എന്ന് പറഞ്ഞ 7 അഴിമതിയുള്ളത്. അന്ന് ശിവകുമാർ ഒന്നും രാജിവെച്ചില്ലല്ലോ, അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചില്ലല്ലോ. അപ്പൊ ഈ പാത്രത്തിന്റെ അഴിമതിയുടെ കാര്യം ഉമ്മൻചാണ്ടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതായത് അപ്പം ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പത്മകുമാർ ജാഗ്രത പാലിക്കണം. മറ്റൊരു പാർട്ടിയിൽ ഇപ്പൊ ഈ ശിവകുമാറിന്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ തന്നെ അവരുടെ പാർട്ടിയിലെ പോലെയേ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരാളുടെ പുറത്ത് ഇങ്ങനെയെങ്കിലും, ഇനി എല്ലാ അന്വേഷണം വരുമ്പോഴേ അറിയാൻ കഴിയും, ഇങ്ങനെയെങ്കിലും ഒരു കാര്യം വന്നത് അതീവമായിട്ടുള്ള ദുഃഖമാണ് ബാക്കിയുള്ളവർക്കും ഈ പാർട്ടിയുടെ അനുകൂലികൾക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ പാർട്ടി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ഒരാളെ നിയോഗിക്കുമ്പോൾ അയാളുടെ പ്രവർത്തനം അടക്കം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ പാർട്ടിക്ക് മേൽ ചോദ്യങ്ങൾ വരുന്നതും. വളരെ വേഗത്തിൽ മറുപടി പറയാം. ശ്രീ രാജൻ, പെട്ടെന്ന് മറുപടി പറഞ്ഞോളൂ. രാജൻ്റെ ടെലിഫോൺ വന്ന് കട്ടായി തോന്നുന്നു. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് അന്വേഷണ സംഘം നീതിപൂർവമായ ഒരു അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ള പൊതു അഭിപ്രായമാണ് കൂടുതൽ പേരും പറഞ്ഞത്. അതോടൊപ്പം തന്നെ CPM-ൻ്റെ നേതാക്കളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കള്ളം നടക്കുന്നത് എന്ന് പറഞ്ഞവരും അങ്ങനെയല്ല. CPM-ൻ്റെ ഉന്നതരായ നേതാവായിട്ട് കൂടി അതിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ തള്ളിപ്പറയുന്ന ആളുകളും ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെയുണ്ട്. എന്തായാലും പാർട്ടിയെ സംബന്ധിച്ച് ഇത്തരം ആളുകളെയൊക്കെ നിയോഗിക്കുമ്പോൾ അവരുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച്, അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിരന്തരമായി ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം ഏതു പാർട്ടിയാണോ നിയോഗിച്ചത് ആ പാർട്ടിക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു പാർട്ടികൾക്കും ഭരിക്കുന്നവർക്ക്, തീരുമാനമെടുക്കുന്നവർക്ക് അതിൽ നിന്ന് കഴിയുകയുമില്ല. എന്തായാലും നടപടികൾ തുടർന്നാൽ മാത്രമേ അറിയാൻ കഴിയൂ പത്മകുമാർ കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ. ഇപ്പോൾ അറസ്റ്റ് മാത്രമാണ് ഉണ്ടായത്. കോടതിയുടെ തീരുമാനമൊക്കെ വരാനിരിക്കുന്നു. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.